കോഴിക്കോട് കോന്നാട് ബീച്ചിൽ യുവതി യുവാക്കളെ ചൂലുകൊണ്ടടിക്കുമെന്ന് ബി.ജെ.പി വനിതാ പ്രവർത്തകരുടെ ഭീഷണി. ബി.ജെ.പി വനിതാ പ്രവർത്തകരാണ് ഭീഷണി മുഴക്കിയത്. ബി.ജെ.പി വെസ്റ്റ് ഹിൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധത്തിന്റെ പേരിലുള്ള അതിക്രമം. അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നത്. അഭിജിത്ത്, ചൂലെടുത്തുകൊണ്ട് എന്ത് ബോധവൽക്കരണമാണ് ബി.ജെ.പിയുടെ വനിതാ പ്രവർത്തകർ ഉദ്ദേശിച്ചത്? സുഹൈൽ, ഇന്ന് വൈകിട്ടാണ് കോഴിക്കോട് കോന്നാട് ബീച്ചിൽ പ്രതിഷേധം എന്ന രൂപത്തിൽ പേരിൽ ഒരു സദാചാര പോലീസിംഗ് ബി.ജെ.പി വനിതാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. പ്രധാനമായും ഈ കോന്നാട് ബീച്ച് ലഹരി സംഘങ്ങളുടെ പിടിയിലാണെന്നും അതിന് ഒരു ബോധവൽക്കരണം നടത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നുമാണ് ബി.ജെ.പിയുടെ വാദം. പക്ഷേ ഈ ചൂലുമായി ഇറങ്ങിയ വനിതാ പ്രവർത്തകർ ഈ ബീച്ചിലുണ്ടായിരുന്ന യുവതി യുവാക്കളുടെ അടുത്ത് ചെല്ലുകയും ഇവിടെ നിന്ന് പോകണം എന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. ആ സമയത്ത്, ഈ വൈകിട്ട് സമയത്ത് കുറച്ചധികം യുവതി യുവാക്കൾ ആ ബീച്ചിൽ ഉണ്ടായിരുന്നു. ഈ പ്രവർത്തകർ വരുന്നത് കണ്ട് എന്താണ് സംഭവമെന്ന് ഈ യുവതി യുവാക്കൾ ഈ ബി.ജെ.പിക്കാരോട് ആരായുന്നുണ്ട്. ആ സമയത്താണ് ഇതൊരു ബോധവൽക്കരണമാണ്, ഇവിടെ ഇതുപോലെ ഈ സമയത്ത് ഇങ്ങനെ നിൽക്കരുത് എന്നുള്ള ഒരു കാര്യം ഈ വനിതാ പ്രവർത്തകർ പറയുന്നത്. പ്രധാനമായും ഇവരോട് ചോദിക്കുമ്പോൾ, അതായത് ഈ ബി.ജെ.പിക്കാരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ലഹരി മാഫിയയുടെ പിടിയിലാണ് ഈ ഒരു പ്രദേശം, ഇവിടേക്ക് ഒരു സമയമായാൽ ആർക്കും പോകാൻ സാധിക്കില്ല, തങ്ങൾ അതിനെതിരെ ഒരു ബോധവൽക്കരണം നടത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാണ് ബി.ജെ.പിക്കാരുടെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം. ഏതായാലും ഈ യുവതി യുവാക്കളുടെ അടുത്തേക്ക് ബി.ജെ.പിക്കാർ എത്തുകയും ചൂല് ഉപയോഗിച്ച് ഇവരോട് ഇവിടെ നിന്ന് പോകണമെന്ന് ആവശ്യപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും ഇനി ഇങ്ങോട്ട് വന്നാൽ ചൂലുകൊണ്ട് അടിക്കുമെന്നുള്ള ഒരു ഭീഷണി മുഴക്കുകയുമാണ് ഏതായാലും ഉണ്ടായത്. ഏതായാലും നാളെയും ഈ രീതിയിലുള്ള സമാനമായ രീതിയിലുള്ള പ്രതിഷേധം, ചൂലുപയോഗിച്ചുകൊണ്ടുള്ള പ്രതിഷേധം തുടരുമെന്നാണ് ബി.ജെ.പി ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. സുഹൈൽ, ശരി, പ്രൊപ്പോസ് ഡേയുടെ അന്ന് തന്നെയാണ് ചൂലുകൊണ്ടുള്ള വൃത്തിയാക്കൽ. തുടർ ദിവസങ്ങളിലും ഈ കലാപരിപാടി അരങ്ങേറുമെന്ന ഭീഷണി കൂടി മുഴക്കിയിട്ടുണ്ട് ബി.ജെ.പി പ്രവർത്തകർ.